ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ആത്മസഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്പ്യാട്ടുകുന്നം ക്ഷേത്രം. വടക്കൻ പറവൂരിൽ നമ്പ്യാട്ടുകുന്നത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട്ട് കുടുംബക്കാരുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. 1098 കർക്കടകത്തിൽ കാക്കനാട്ടെ കുടുംബക്കാരണവരായ അച്ഛൻ ബാവ കാളികുളങ്ങര ക്ഷേത്രവും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന 1 ഏക്കർ 12 സെന്റ് സ്ഥലവും ക്ഷേത്രത്തിനായി വിട്ടുകൊടുത്തു. ഇവിടെ ആട്, കോഴി എന്നിവയെ വെട്ടി ബലി കൊടുക്കുക പതിവായിരുന്നു. ഗുരുദേവൻ ഈ സമ്പ്രദായം നിർത്തലാക്കിച്ചു. ഗുരുദേവന്റെ പാദസ്പർശത്താൽ പവിത്രമായ ക്ഷേത്രമാണിത്. കോട്ടുകോയിക്കൽ വേലായുധന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അന്ധവിശ്വാസങ്ങളിൽ നിന്നുമുണ്ടായ യക്ഷി വിശ്വാസം, യക്ഷിയെ പ്രീതിപ്പെടുത്താനുള്ള ജന്തുബലി, അയിത്ത ആചാരവും ഇവയെ തടയുന്നതിനുള്ള ഗുരുദേവന്റെ വരവോടുകൂടി ഇതിനെല്ലാം മാറ്റം വരുത്തി. ഒരു കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ എത്തിയ ഗുരുദേവൻ കണ്ടത് കുറേ അധികം കോഴികളെയും ആടുകളെയും ബലി കൊടുക്കാനായി കാലിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ കൂടിയ ആർക്കും ഇത് ഗുരുദേവനാണെന്ന് മനസ്സിലായില്ല. ജീവികളെ എന്തിനാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യക്ഷിയെ പ്രീതിപ്പെടുത്താനാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. യക്ഷി എപ്പോൾ വരും എന്നായി ഗുരുവിൻ്റെ ചോദ്യം. നാളെ വൈകുന്നേരത്തോടെ എത്തും, അപ്പോൾ കുരുതി ഉണ്ടാകുമെന്നും പറഞ്ഞു. അങ്ങനെ യക്ഷിയെ കാണാനായി ഗുരുദേവൻ അമ്പലത്തിനകത്ത് മറഞ്ഞിരുന്നു. പിറ്റേന്നായപ്പോൾ ആളുകൾ കൂട്ടം കൂടി. അപ്പോൾ ഒരു സ്ത്രീ ശരീരത്തിൽ യക്ഷി പ്രത്യക്ഷപ്പെട്ടു. അവൾ ഭയങ്കരമായ തുള്ളലും ആട്ടവും തുടങ്ങി. ജനങ്ങൾ ഭക്തിയാലും പേടിയാലും ഇളകി ആടാൻ തുടങ്ങി. ഈ വിവരം അവിടെ ഉണ്ടായിരുന്നവർ ഗുരുവിനെ അറിയിച്ചു. അതും പ്രകാരം ഗുരുദേവൻ അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. കൈകൾ ഉയർത്തി അങ്ങനെ നിന്നു. ഇത് കണ്ട യക്ഷി ആകെ ഭയന്ന് തിരിഞ്ഞോടി. അതിനുശേഷം ഗുരുദേവൻ വീണ്ടും പഴയ സ്ഥലത്ത് വന്നിരുന്നു. ജനങ്ങൾ ഗുരുവിൻ്റെ ചുറ്റും കൂടി. യക്ഷി ഇനി വരില്ല, ആരും ഭയക്കേണ്ട, മിണ്ടാപ്രാണികളെ ഇനി ആരും ബലി കൊടുക്കണ്ട. അങ്ങനെ എല്ലാവരും അവർ കൊണ്ടുവന്ന മിണ്ടാപ്രാണികളെ തിരികെ വീടുകളിലേക്ക് കൊണ്ടുപോയി. 1924 കാളികുളങ്ങരയിൽ നടന്ന മഹാസമ്മേളനത്തിൽ എല്ലാ ജാതി മതസ്ഥർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന് ഗുരുദേവൻ കൽപ്പിച്ചു. അങ്ങനെ അദ്വൈത ആശ്രമത്തിലെ അന്തേവാസിയായ വിദ്യാർത്ഥികളോട് ക്ഷേത്രത്തിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ പിഴുതു മാറ്റാൻ ഗുരു കൽപ്പിച്ചു. 2 പ്രതിഷ്ഠകൾ മാത്രം നിലനിർത്തി ബാക്കിയെല്ലാം എടുത്തു മാറ്റി. ഇത് അവിടെ കൂടിയ മറ്റു ജനങ്ങൾക്ക് അത്ര രസിച്ചില്ല. നമ്മുടെ ക്ഷേത്രത്തിൽ നീച ജാതിക്കാരെ കയറ്റി അശുദ്ധമാക്കിയെന്ന് കാണിച്ച് അവർ ഗുരുദേവന്റെയും അനുയായികളുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. താമസിയാതെ ഈ കേസുകളെല്ലാം തള്ളിപ്പോയി. ഇപ്പോൾ ഈ ക്ഷേത്രം ശിവഗിരിയുടെ കീഴിലാണുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഭരണം നടത്തുന്നത് ആദ്യം മുതൽ ഈ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന സ്ത്രീകളായിരുന്നു. 41 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ വേറെ ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുരുവോ.